ഏകദൈവമായ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ തേടേണ്ടത്. യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, പുതിയൊരു പ്രഭാതം കാണുവാനും ആ ദിവസം ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹം നിറഞ്ഞതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 63-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അന്വേഷിച്ചുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. ആ ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവകരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. ആ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നിനക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്കെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. നീ ഏത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും അതൊരനുഗ്രഹമായി നിനക്ക് തിരിച്ചു കിട്ടും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മക്കളുടെ മേലും തലമുറയുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും ദൈവം അവരെ തിരഞ്ഞെടുക്കട്ടെ എന്ന്, ദൈവത്തിൻ്റേതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനു വേണ്ടിയും യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ കർത്താവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.